ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക് ഗേറ്റിനെ കുറിച്ചാണ്. പലപ്പോഴും ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, എക്സോർ ഗേറ്റ്, അങ്ങനെ പല പല ഗേറ്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും നമുക്ക് അറിയാത്തത് ഇത് എവിടെ നമ്മൾ കാണുക, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുക, ഇങ്ങനെ പല പല ഡൗട്ടുകളും നമുക്കുണ്ടാവും. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിതിനെ കണ്ണുകൊണ്ട് കാണാൻ നമ്മൾ പല സ്ഥലങ്ങളിലും തപ്പിയാലും കാണാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഇത് പല ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ ആൾക്കാരാണ്. പക്ഷേ ഈ ആളുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യോ അതൊക്കെ ഇല്ല താനും. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ആണ് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോൾ മൈക്രോ പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പ്രോസസ്സറുകൾ ഉണ്ടാവും അല്ലേ, മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മുടെ ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ഒക്കെ ഇതിൽ എന്തുണ്ടാവും, പ്രോസസ്സറുകൾ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ലോജിക് ഗേറ്റിനെ കാണാവുന്നതാണ്. എന്തിനാത്? പ്രോസസ്സ് ചെയ്യാൻ, നമ്മൾ അതിൽ വരുന്ന ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസിനൊക്കെ നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ റോം പല സ്ഥലങ്ങളിലും കേൾക്കുന്നതാണല്ലേ, കമ്പ്യൂട്ടർ ലെയറിൽ കാര്യമായിട്ട് കേൾക്കുന്നതാണ് റോം അല്ലേ, റാൻഡം ആക്സസ് മെമ്മറി, അതേപോലെ റീഡ് ഓൺലി മെമ്മറി. ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ഈ ഗേറ്റ് കോമ്പിനേഷൻ ആവശ്യമാണ്. അതേപോലെ വാച്ച്, നമ്മൾ ഡിസ്പ്ലേയിൽ വാച്ച് ടൈം കാണിക്കാൻ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഈ ലോജിക് ഗേറ്റ് നിർബന്ധമാണ്. അതുപോലെ വീട്ടുപകരണം നോക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, മൈക്രോവേവ് ആയിക്കോട്ടെ, മൈക്രോവേവ് ഓവൻ ആയിക്കോട്ടെ, നമുക്കിതിലൊക്കെ ഈ കൺട്രോൾ പാനൽ കാര്യങ്ങളുണ്ടല്ലേ, ഇതിലൊക്കെ ആ കൺട്രോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ലോജിക് ഗേറ്റ് നിർബന്ധമായിട്ടും വേണം. അതേപോലെ ട്രാഫിക് ലൈറ്റ് അല്ലേ, സമയത്തിനനുസരിച്ച് ഇതിങ്ങനെ മാറും അല്ലേ, ഈ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് എന്ത് വേണം, ലോജിക് ഗേറ്റ് നിർബന്ധമാണ്. ഇനി ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഗേറ്റുകൾ ഉണ്ടാക്കുക. അപ്പം സിമ്പിളായിട്ട് അടുത്തൊരു പോയിന്റും കൂടി ഉണ്ട്. നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അറിയില്ലേ, ഐ സിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഗേറ്റുകൾ ഉണ്ടാകുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റുകളാണ് ഇതൊക്കെ, ആൻഡ്, ഓർ, നോട്ടൊക്കെ. ഇത് കൂട്ടിച്ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ ഇതിലുള്ള കുറച്ച് കോമ്പിനേഷൻസ് ഒക്കെ കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യാം, യൂണിവേഴ്സൽ ഗേറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ നമ്മൾ ലോജിക് ഗേറ്റിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ആളാണ് എന്ത്, ആൻഡ് ഗേറ്റ്. പലപ്പോഴും നമുക്ക് ഇതിൻ്റെ സിമ്പൽ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൽ താഴെ ഒരു പെട്ടിക്കോളം കണ്ടോ നിങ്ങൾ, ഈ പെട്ടിക്കോളവും എന്ത് ചെയ്യാൻ, എഴുതാൻ ചോദിക്കാറുണ്ട്. ഈ പെട്ടിക്കോളത്തിന് നമ്മൾ ട്രൂത്ത് ടേബിൾ എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ആൻഡ് ഗേറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ആൻഡ് ഗേറ്റ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ, AND അല്ലേ. ആൻഡ് ഗേറ്റിൻ്റെ ഒരു സിമ്പിൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കാണുന്ന ഡി കണ്ടോ, ഈ ഡി ഷേപ്പ് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, അതിൻ്റെ സിമ്പിളിനുണ്ടാവുക. കണ്ടോ ഡി ഷേപ്പ്, ഓക്കെ. അതേപോലെ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ സൈഡിനെ നമ്മൾ സാധാരണ വിളിക്കുക ഇൻപുട്ട് സൈഡ് എന്നും, ഈ സൈഡിനെ നമ്മളെന്ന് വിളിക്കുക ഔട്ട്പുട്ട് സൈഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇൻപുട്ട് സൈഡാണ് AB, ഔട്ട്പുട്ട് സൈഡാണ് എന്ത്, Y = A.B. A.B എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ A×B അല്ലേ, A ഗുണിക്കണം B. ഇനി നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് അല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്, ഔട്ട്പുട്ട്. എത്ര ഇൻപുട്ടാണുള്ളത്, 2 ഇൻപുട്ട്. ഏതൊക്കെ, Aയും Bയും. ഇനി നമ്മളിതിൻ്റെ കോമ്പിനേഷന് ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കാണാതെ പഠിച്ചിട്ടും മറ്റു പല രീതിയിലും ചെയ്യുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. AB ഉണ്ട് അല്ലേ, ഇതിൽ ശരിക്കും ബീൻ്റെ താഴെ കണ്ടോ, ബീൻ്റെ താഴെ ആദ്യം എന്ത് ചെയ്യുക, 0 ഇടുക, അതിനുശേഷം 1 ഇടുക, 0 ഇടുക, 1 ഇടുക. അതായത് 0 1 0 1 എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഇവിടെ അത് കറക്റ്റായി വരും. ഉണ്ടല്ലോ ആദ്യത്തെ ആ ഗേറ്റ്, അതിലേക്ക് എന്ത് ചെയ്യുക, 0 0 1 1 എന്നിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റ് വരും. 0 ഇൻറ്റു പോലെ 0 0 0 1 1 0 1 1 എന്ന് പറഞ്ഞിട്ട് കോമ്പിനേഷൻ വരും. ഓക്കെ. ഇനി വളരെ എളുപ്പമാണ്. നമ്മളതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ, എയും ബി ഇൻപുട്ട് ഉണ്ട്, Y = A×B അല്ലെങ്കിൽ A.B അല്ലേ. നമ്മൾ A.B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, A ഗുണിക്കണം B. ഇവിടെ 0 ആണല്ലോ, ഇവിടെയും 0 ആണല്ലോ അല്ലേ. 0 × 0 എന്താ, 0. നിലവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, 0 1 മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. അതിൽ സത്യം പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ ലോ ആണ് അല്ലേ, ചെറിയത്.
അതായത് ഡിജിറ്റൽ സിഗ്നലൊക്കെ വരുന്ന സമയത്ത് അതിനൊരു ഹൈ സിഗ്നലും ഉണ്ടാവും, ഒരു ലോ സിഗ്നൽ ഉണ്ടാവും. അപ്പോൾ ലോ ആയിട്ടുള്ള ആളാണ് ആര്? 0. അപ്പോൾ ഇനി ഇവിടെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുക 0വും അതേപോലെ ഹൈക്ക് പകരം കാണാൻ പറ്റുക 1 ആയിരിക്കും. അപ്പോൾ നിങ്ങളെ മനസ്സിലെന്തുണ്ടാവണം? 0 എന്ന് പറയുന്നത് ലോയും ഹൈ എന്ന് പറയുന്നത് 1 എന്നുള്ളത് മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ലോ ഇൻറ്റു ലോ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ടത്. നമ്മൾ ഗുണിക്കുക ഇങ്ങനെയാണെങ്കിൽ പോലും ലോ ഇൻറ്റു ലോ എന്നാണ്. ഓക്കെ, അപ്പോൾ 0 ഇൻറ്റു 0 എന്താ? 0 ഇൻറ്റു 0 0 ആണ്. 0 ഇൻറ്റു 1 അതായത് ഏതൊരു സംഖ്യനെ നമ്മൾ എന്ത് ചെയ്യുക? 0 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 കിട്ടും. അപ്പോൾ 0 ഇൻറ്റു 1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 തന്നെയാണ്. 1 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെയാണ്. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലോ നമുക്ക് ആൻസർ കിട്ടുക 1 ആയിരിക്കും. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇൻപുട്ട് രണ്ടും ഹൈ ആയാൽ മാത്രം ഔട്ട്പുട്ട് ഹൈ തരുന്ന ഗേറ്റ് ഏതാ എന്ന് ചോദിച്ചാൽ ഈ മഹാനാണ്. ആരാണ്? ആൻഡ് ഗേറ്റ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മളിങ്ങനെ പോയി എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ ആളെ പരിചയപ്പെടാൻ പോവാണ്. ഈ ആളെ പേരാണെന്ത്? ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓർ ഗേറ്റ് നമ്മൾ നേരത്തെ ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡി ഷേപ്പ് കിട്ടി. ഓറിന് എന്താ? ഒരു ഷീൽഡ് ഷേപ്പിലായിട്ടാണ് നമ്മൾ എന്തുണ്ടാവുക? ഓർ ഗേറ്റ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ സെയിം തന്നെയാണ്. എ ബി എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് ഉണ്ട്. y ഈക്വൽ ടു നേരത്തെ എ ഡോട്ട് ബി ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ? എ പ്ലസ് ബി. ഓക്കെ, എ കൂട്ടണം ബി എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആണ് ഇതിൽ വരിക. ഓക്കെ, ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ട് ഉണ്ട്, എയും ബിയും ഉണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ 0 1 0 1 ഒരു കോമ്പിനേഷൻ കൊടുത്തു. ഇപ്പുറത്താണെങ്കിൽ 0 0 1 1 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ പ്ലസ് ബി ആണ് അല്ലേ? എയും ബിയും കൂട്ടിയാൽ മതി. 0 പ്ലസ് 0 എന്താണ്? 0 ആണ്. 0 പ്ലസ് 1, 0ത്തോട് 1 കൂട്ടിയാൽ എന്താ? 1 കിട്ടും. 1 പ്ലസ് 1 സോറി 1 പ്ലസ് 0 കറക്റ്റ്. വീണ്ടും നമുക്ക് എന്ത് കിട്ടും? 1 തന്നെ കിട്ടും. 1 പ്ലസ് 1 നമുക്ക് സാധാരണ കണക്ക് കൂട്ടിയാൽ 1 കൂട്ടണം 1 പറഞ്ഞാൽ 2 കിട്ടുക അല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മളെവിടെ പറഞ്ഞാൽ ഹൈ പ്ലസ് ഹൈ എന്താ ഫൈനൽ കിട്ടുക? ഹൈ തന്നെ കിട്ടുക. അപ്പോൾ ആ രീതിയിലായിരിക്കും എന്ത് നമ്മുടെ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നുണ്ടാവുക. അടുത്ത ആള് നോട്ട് ഗേറ്റ് ആണ് അല്ലേ? നോട്ട് ഗേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. ഇവിടെ എന്ത് കൊടുത്തോ അതിന് ഓപ്പോസിറ്റ് കിട്ടും എന്നുള്ളതാണ് y ഈക്വൽ ടു എ കോംപ്ലിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഈ ഭാഗത്ത് ഒരു ഇൻപുട്ട് ഉള്ളൂ, അതുകൊണ്ട് എന്താണ്? എ മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ ഭാഗത്തോ ഒരു ഔട്ട്പുട്ട് ഉള്ളൂ അല്ലേ? കാണുമ്പോൾ ഒരു ഔട്ട്പുട്ട് അല്ലേ ഉള്ളൂ. പിന്നെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു എ കോംപ്ലിമെന്റ് അല്ലേ? ഇവിടെ എന്താണോ കൊടുത്തത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പുറത്ത് കിട്ടുക എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതായത് 0 കൊടുത്താൽ 1 കിട്ടും, 1 കൊടുത്താൽ 0 കിട്ടും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ കോമ്പിനേഷൻ പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആൻഡ് ഗേറ്റ് കണ്ടോ? ആൻഡ് ഗേറ്റിൻ്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് ആര്? നാൻഡ് ഗേറ്റ് അല്ലേ? ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് ഗേറ്റിലേക്ക് ഒരു എന്നിനെ മുന്നിൽ ചേർത്തു എന്ന് മാത്രമേ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അതായത് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോട്ട് ഗേറ്റ് ആണത്. ഓക്കെ, അതായത് ആൻഡ് ഗേറ്റിലേക്ക് എന്ത് ചെയ്തു? നോട്ട് ഗേറ്റ് കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ പേരാണ് എന്ത്? നാൻഡ് ഗേറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പോലെ തന്നെയാണ്. 2 ഇൻപുട്ട് ഉണ്ട് അല്ലേ? എയും ബിയും 2 ഇൻപുട്ട് ഉണ്ട്. ഔട്ട്പുട്ടിൽ വരുമ്പോൾ എന്താ? എ ഡോട്ട് ബി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ എന്തുണ്ടാവും? ഒരു കോംപ്ലിമെൻ്റ് ഉണ്ടാവും. ആ കോംപ്ലിമെൻ്റ് വരാൻ കാരണം എന്താ? ഇതിൽ ആൻഡ് ഗേറ്റിനൂടെ ആരുണ്ട്? നോട്ട് ഗേറ്റ് ഉണ്ട്. ഓക്കെ, നോട്ട് ഗേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൽ സെയിം കോമ്പിനേഷനാണ്. എയും ബിയും ഉണ്ട്. നമ്മൾ എന്തുണ്ടാവും? ബീൻ്റെ താഴെ നോക്ക് 0 1 0 1 0 0 1 1 അല്ലേ? കോമ്പിനേഷനൊക്കെ സെയിമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 0 ഗുണിക്കണം 0 അല്ലെ 0 ഇൻറ്റു 0 എന്തായിരുന്നു? ശരിക്കും 0 ആയിരുന്നു അല്ലേ? പക്ഷേ അതിൻ്റെ കോംപ്ലിമെൻറ്റ് അതിന് ഓപ്പോസിറ്റ് ആരാ? 1. 0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. അതിന് ഓപ്പോസിറ്റ് ആരാ? 1. 0 ഇൻറ്റു 1 സോറി 1 ഇൻറ്റു 0 എന്തായിരുന്നു ശരിക്കും ആൻസർ? 0 ആയിരുന്നു. അതിന് ഓപ്പോസിറ്റ്. അതിന് ഓപ്പോസിറ്റ് എന്ന് പറയാൻ കാരണം എന്താ? ഈ വര അല്ലേ? ഈ വര അതായത് കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. 1 ഇൻറ്റു 1 എന്തായിരുന്നു? ശരിക്കും അത് ഹൈ ഇൻറ്റു ഹൈ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരുന്നു അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? 0 ആയി. ഈ ഒരു മാറ്റം എന്തുണ്ടാവും? നമ്മളെ നാൻഡ് ഗേറ്റിലുണ്ടാവും. അത് മാത്രമല്ല ഇവിടെ ഒരു റൗണ്ട് ഇതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ കൂടി ചേർന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആൻഡും നാൻഡും തമ്മിൽ. അതായത് ഇതൊരു സാധാരണ ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് ആണ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ആൻഡ് ഓർ നോട്ട് എന്നിവ കൂടി ചേർന്ന് ഉണ്ടാകുമ്പോൾ ഉള്ള ഗേറ്റിൻ്റെ പേരാണെന്ത്? യൂണിവേഴ്സൽ ഗേറ്റ് എന്നുള്ളത്. ഇപ്പോൾ താഴോട്ട് നമ്മൾ നീങ്ങി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു?
അടുത്ത ആളെ കണ്ടുമുട്ടി അല്ലേ? ഓർ ഗേറ്റും ഉണ്ട്, നോർ ഗേറ്റും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോമ്പിനേഷൻ വരുമ്പോൾ ആളുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളൂ. ഇവിടെ എന്തുണ്ട്, എ ബി ഉണ്ട്, ഇവിടെ എന്തുണ്ട്, എയും ബി തന്നെയാണ്. ഇത് ഷീൽഡ് ചിഹ്നമാണ് അല്ലെങ്കിൽ ഷീൽഡാണ് ഷേപ്പ്, ഇവിടെയും ഷീൽഡ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ എന്തുണ്ട്, ഇവിടെ ഒരു സർക്കിൾ അല്ലെങ്കിൽ റൗണ്ട് ഇല്ലായിരുന്നു, ഇവിടെ ഒരു റൗണ്ട് ഉണ്ട്. റൗണ്ട് മീൻസ് എന്താ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താ, ഓർ ഗേറ്റിൻ്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് കൂടി ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഓറിൻ്റെത് എന്തായിരുന്നു, y ഈക്വൽ ടു എ പ്ലസ് ബി ആയിരുന്നല്ലോ. അതേപോലെ y ഈക്വൽ ടു എന്ത് ചെയ്യും, എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് വരും. ഇത് സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇതിന് കോമ്പിനേഷൻ സെയിം തന്നെ, 0 1 0 1 0 0 1 1 തന്നെ കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0 ഇൻറ്റു 0 എന്താ, ശരിക്കും 0 പ്ലസ് 0 എന്താ, 0 ആയിരുന്നു. അതിന് ഓപ്പോസിറ്റ് എന്ത് ചെയ്തു, 1 1 അല്ലേ? 0 പ്ലസ് 1 ശരിക്കും 1 ആയിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, 0 1. 1 പ്ലസ് 0 എന്തായിരുന്നു, 1 ആയിരുന്നു ആൻസർ വരിക. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, 0 1. 1 പ്ലസ് 1 എന്തായിരുന്നു, ശരിക്കും 2 അല്ലേ? 2 എന്ന് പറഞ്ഞാൽ നമുക്കില്ല, നമുക്ക് ഹൈ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് 1 തന്നെ ഉള്ളൂ, 1ൻ്റെ ഓപ്പോസിറ്റ് 0. ഈ രീതിയിലായിരിക്കും നമ്മളെ ലോജിക് ഗേറ്റും അതുപോലെ തന്നെ ഉണ്ടാവും അതിൻ്റെ ട്രൂത്ത് ടേബിളും ഉണ്ടാവുക.